നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് BJPക്ക് വലിയ ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഒന്നും തന്നെ തെറ്റാറില്ല. ഈ രാജ്യത്ത് ഭരണ അട്ടിമറി നടക്കാൻ സാധ്യതയുള്ള BJP ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അട്ടിമറി നീക്കം അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറെ സംസ്ഥാനങ്ങളിൽ അനധികൃതമായി കടന്നു കയറിയതിൻ്റെ പേരിൽ അവർക്ക് നല്ല വെല്ലുവിളി നേരിടുന്നുണ്ട്. കടന്നു കയറിയ സംസ്ഥാനങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്ക അവരെ വല്ലാതെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ശരിവത്തായ കാര്യം. പറഞ്ഞു വരുന്നത് BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക തന്നെ എടുത്തു നോക്കും. ഇന്ത്യയിലുള്ള മൊത്തം സംസ്ഥാനങ്ങളിൽ 60% സംസ്ഥാനങ്ങളിലും BJPയുടെ കാവിക്കൊടി പാറുകയാണ്. അതിനകത്ത് BJPക്ക് അധികാരം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടേക്കാവുന്ന ചില സംസ്ഥാനങ്ങൾ. അവിടെ കോൺഗ്രസ് ആണ് മുഖ്യ പ്രതിപക്ഷം. കോൺഗ്രസ് വിചാരിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഹരിയാനയിൽ കോൺഗ്രസ് വിജയത്തിലേക്ക് തന്നെ കയറുമെന്ന് വിചാരിച്ചെടുത്താണ് നയാബ് സിംഗ് സൈനി അപ്രതീക്ഷിതമായി മുന്നിട്ട് തെരഞ്ഞെടുപ്പിലെ സ്റ്റണ്ട്, അതായത് വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിലേക്ക് എത്തിയത്. അതുപോലെ മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് തന്നെയാണ് നിലവിൽ ഒഡീസ. ഒഡീസയിൽ കള്ളക്കളി വലിയ രൂക്ഷമായി കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് തെരഞ്ഞെടുപ്പിൽ SIR നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അതാത് സംസ്ഥാന തലങ്ങളിൽ വരെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി പണപ്പെട്ടികൾ വന്നിറങ്ങിയിരിക്കുന്നു എന്ന ശക്തമായ ആരോപണം. അത് തെളിയിക്കാമോ എന്ന് സുപ്രീം കോടതി ചോദിക്കുകയാണ്. സുപ്രീം കോടതിക്ക് തിരിച്ച് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ മറുപടി കൊടുത്തിരിക്കുകയാണ്. അത് തെളിയിച്ചാൽ BJP അതാത് സംസ്ഥാനങ്ങളിൽ നിന്നും അധികാരം ഉപേക്ഷിച്ച് താഴെ ഇറങ്ങുമോ? ഇല്ലല്ലോ. ആ തെളിയിക്കപ്പെട്ടാൽ അവരെ സുപ്രീം കോടതി ശിക്ഷിക്കുമോ? അതുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗീർവാണം, അതായത് അധര വ്യായാമം നടത്തി വരുന്നത്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇത്തരത്തിലുള്ള വെറും ജൽപ്പനങ്ങൾ കൊണ്ട് മാത്രം ഈ രാജ്യത്ത് BJP തുടർന്നും കാലാകാലങ്ങളിൽ ഭരിക്കുമെന്നാണ്. കൃത്യമായി പറയാം, ഈ 80ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് BJPക്കുള്ളിലെ ഏറ്റവും വലിയ ആശങ്ക എന്തെന്നാൽ, അവർക്ക് ജൻസി പ്രക്ഷോഭം ഉൾപ്പെടെ ഈ രാജ്യത്തെ യുവാക്കളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്ന വേവലാതിയാണ്. യുവാക്കൾ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് നല്ലപോലെ ബോധ്യപ്പെട്ടിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഗ്രാഫ് താഴേക്ക് പതിച്ചിരിക്കുന്നു. ഇൻസ്റ്റയിലെ ഫോളോവേഴ്സും റീൽസും കണ്ടല്ല, അത് മാത്രമല്ല യുവജനത തപ്പുന്നത്, അൽഗോരിതവും യൂട്യൂബിനെയും മെറ്റയും ഒക്കെ ഭീഷണിപ്പെടുത്തി എത്ര നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ആ ചോദ്യം നിലനിൽക്കുകയാണ്.